ഹായ്, ഞാൻ സീനത്ത്. ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഴിക്കോടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കോഴിക്കോട് ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് വന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് മായയുടെ ഹസ്ബൻഡും കൂടിയാണ് കോഴിക്കോട് വന്നത്. കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു മാജിക് മെഷീൻ, ഈ മെഷീനെ കുറിച്ചിട്ട് പഠിക്കാനും ഈ ഒരു മെഷീൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടി ഇത് പഠിക്കാനും കൂടി വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ് കേട്ടോ. ഇവിടെ വന്ന് 3 പേർക്കും 3 ട്രീറ്റ്മെൻറ്റുകളായിട്ട് എടുത്തു. ഞാൻ എൻ്റെ ഫേസിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. മായയുടെ കൈക്കൊരു വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. മായയുടെ ഹസ്ബൻഡ് വേറൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ. കോഴിക്കോടുള്ള മീൻകറിയും ചോറും കഴിക്കണമെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. നമുക്ക് ബിരിയാണി കഴിക്കണ്ട, മന്തി കഴിക്കണ്ട, കോഴിക്കോടുള്ള മീൻകറിയും ചോറും കഴിക്കാം. അതിൻ്റെ രുചി വേറെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഒരു ഹോട്ടലൊന്നും അല്ലെങ്കിലും ഏകദേശം ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. പുതിയ ഹോട്ടലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്കിലും കിട്ടിയ കറികളും മീൻകറി, മീൻ പൊരിച്ചതും ഒക്കെ വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഞങ്ങളിതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോയാൽ പിന്നെ ബീച്ച് കാണാതെ വരുന്നത് മോശമല്ലേ. പക്ഷേ ബീച്ച് കാണാൻ പോയി. ബീച്ചിൽ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഒന്ന് ആർഭാദിക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും വെയിൽ ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വയ്യ. എങ്കിലും ഞങ്ങളവിടെ ഇറങ്ങി. സ്റ്റാർബക്സ് കോഫി കുടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ആർക്കൊക്കെ ഇഷ്ടം, അത് കുടിച്ചവരൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ. ഞങ്ങളങ്ങനെ ബീച്ചിൽ നിന്ന് കുറേ ഫോട്ടോസുകളും വീഡിയോസൊക്കെ എടുത്തു. വെള്ളത്തിൽ ഇറങ്ങി ആർഭാദിക്കാത്ത ഒരു വിഷമം, ആ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാ ഇനിയും കോഴിക്കോട് വരുമ്പോൾ ആർഭാദിക്കാം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് ഞങ്ങളും ഒട്ടും വിട്ടുകൊടുത്തൊന്നുമില്ല. ഞങ്ങളും അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഡോക്ടറെ കണ്ടു, ആ കാര്യങ്ങളും നടന്നു. മീറ്റിംഗ് കഴിഞ്ഞു, ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ബീച്ചും കണ്ടു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. വെയിലുള്ളത് കാരണമാണ് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അത് കഴിഞ്ഞ് എന്തായാലും കോഴിക്കോട് വരെ വന്നിട്ട് കോഴിക്കോടുള്ള ലുലു മാളിൽ കയറിയില്ലെങ്കിൽ അത് മോശമല്ലേ എന്നോർത്ത് എന്തായാലും മായയുടെ ഹസ്ബൻഡൊക്കെ വന്ന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ പിന്നെ കോഴിക്കോടത്ത് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നു ഇറങ്ങി. വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ടോ. സമയം ഒരുപാട് വൈകിയിരുന്നു. എങ്കിലും അവിടം വരെ പോയതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ആ ടൈമും കാര്യങ്ങളൊന്നും നോക്കിയില്ല. അങ്ങനെ നേരെ ലുലുവിൻ്റെ അകത്തേക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. പർച്ചേസ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള അലോഡ് ഇല്ലാത്ത കാരണം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കേട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറുന്നതും അവിടുത്തെ ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് നല്ല നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. ഞങ്ങളങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് രാത്രി ആയിരിക്കണം, ഒരുപാട് വൈകിയിരിക്കണം. അതിൻ്റെ അകത്ത് കയറി ഓരോ സാധനങ്ങൾ കണ്ടിട്ട് നമുക്ക് ടൈം പോയത് അറിഞ്ഞില്ല. എങ്കിലും ഞങ്ങൾ ആ രാത്രി വൈബും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിനി ഇതെല്ലാം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പാലക്കാട് എത്തണം. എത്ര ഓടണം എന്നറിയും. അപ്പോൾ കോഴിക്കോടുള്ള ലുലുവിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങനെ ഞങ്ങളുടെ
പത്തിരി പലയ്ക്ക് വെച്ചൊടിപ്പിച്ചു. അങ്ങനെ നിങ്ങൾ വീഡിയോസൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യരുത്. ഓക്കേ.